ഹലോ, വെൽക്കം ബാക്ക് ടു ബാൽവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാൽവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ദേവതാലോകത്താണ് കാണിക്കുന്നത്. ദേവതാലോകത്താണെങ്കിൽ വളരെ വലിയ ആഘോഷങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ രണ്ട് ആനകൾ കൂടി ഒരു വലിയ സ്തംഭം വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും അതെന്താണെന്നറിയാതെ അതിന്മേൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റാണി ദേവത ഒരു കാര്യം പറയുകയാണ്. ഈ ഒരു സ്തംഭം കുട്ടികളെല്ലാം തന്നെ ദേവതാലോകത്ത് വന്നതിൻ്റെ ആ ഒരു അടയാളമായി നമ്മൾ ഇവിടെ വെക്കുവാൻ വേണ്ടി പോവുകയാണ്. കാലാകാലത്തിന് ഇതിവിടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് ദേവതമാർക്കും ബാലവീറിനും എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമാവുകയാണ്. മാത്രമല്ല ഡുണ്ടുമാൻ സഹോദരന്മാരെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്വീറ്റ്സ് എല്ലാം തന്നെ കഴിക്കുവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതും നമുക്ക് കാണിച്ചു തരികയാണ്. പിന്നീട് കാണിക്കുന്നത് ദുഷ്ടലോകത്താണ്. ദുഷ്ടലോകത്താണെങ്കിൽ ദുഷ്ടദേവതയും അതുപോലെ തന്നെ മഹാവിനാശിനിയും കുട്ടുമാനുമുണ്ട്. കുട്ടുമാനാണെങ്കിൽ തൻ്റെ കയ്യിൽ ഒരു സ്ഫോടക വസ്തു കൊണ്ട് നടന്നു വന്നിരിക്കുകയാണ്. എന്താണ് അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ദുഷ്ടദേവതയാണെങ്കിൽ കുട്ടുമാനോട് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുട്ടുമാൻ പറയുകയാണ്, നിങ്ങളെ കൊണ്ടൊന്നും ഇവിടെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഞാൻ ഈ ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ട് ദേവതാലോകം മുഴുവനായും തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ദുഷ്ടദേവതയാണെങ്കിലും മഹാവിനാശിനിയാണെങ്കിലും ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ തളർത്തുന്നുണ്ടെങ്കിലും കുട്ടുമാനാണെങ്കിൽ ഇതൊന്നും കേട്ട് തളരുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ലെന്ന് മാത്രമല്ല ആ ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ട് മല കയറുവാൻ വേണ്ടി പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിൻ്റെയും മനുവിൻ്റെയും ഒക്കെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ സലോണിയും അവൻ്റെ ബ്രദറും അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല അവർ കുറച്ചു കാലം നമ്മുടെ മഞ്ജുവിൻ്റെയും മനുവിൻ്റെയും വീട്ടിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെയും മഞ്ജുവും മനുവുമൊക്കെ പഠിക്കുന്ന സ്കൂളിലേക്ക് ചേർക്കുവാൻ വേണ്ടിയാണ് അവരുടെ തീരുമാനം. അങ്ങനെ മഞ്ജുവിൻ്റെയും മനുവിൻ്റെയും അച്ഛനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സലോണിയും അവൻ്റെ ബ്രദറിനെയും കൂട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. എന്നിട്ട് പ്രിൻസിപ്പലിനോട് പറയുകയാണ് ഇവർക്ക് വേണ്ടി പുതിയൊരു അഡ്മിഷൻ വേണമെന്നുള്ളത്. അങ്ങനെ പ്രിൻസിപ്പലിൻ്റെയും സമ്മതത്തോടു കൂടി അവർക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇനി മുതൽ സലോണിയും അവൻ്റെ ബ്രദറും കൂടി നമ്മുടെ മഞ്ജു മനുവൊക്കെ പഠിക്കുന്ന സ്കൂളിലേക്കായിരിക്കും പോകാൻ വേണ്ടി പോകുന്നത്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് കുട്ടുമാനെയാണ്. കുട്ടുമാനാണെങ്കിൽ ആ ഒരു സ്ഫോടക വസ്തു കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയ മല കയറുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു മലയുടെ അപ്പുറത്താണ് നമ്മുടെ ദേവതാലോകമുള്ളത്. ആ ഒരു സ്ഫോടക വസ്തു എങ്ങനെയും ദേവതാലോകത്ത് കൊണ്ടുപോയിട്ടിട്ട് അവിടെ മുഴുവനായിട്ട് ഇല്ലാതാക്കണം എന്നുള്ളതാണ് നമ്മുടെ കുട്ടുമാൻ്റെ ലക്ഷ്യം. അങ്ങനെ കുട്ടുമാനാണെങ്കിൽ വളരെയധികം സാഹസികമായി തന്നെ ആ ഒരു വലിയ മല കയറി അതിൻ്റെ മുകളിലെത്തുകയാണ്. മാത്രമല്ല ആ ഒരു സ്ഫോടക വസ്തു അവിടെ വെച്ചിട്ട് ഇനി ദേവതാലോകത്തെ ഞാൻ ഇല്ലാതാക്കുവാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലുവിൻ്റെ ഇതുപോലുള്ള എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ബാൽവീർ മലയാളം സൈനിങ് ഓഫ്.